എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് വേഗം കിടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ക്യാബേജ് തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 4 പച്ചമുളക് നീളത്തിൽ കീറിയത്. പിന്നെ കറിവേപ്പിലയ്ക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. കറിവേപ്പില എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇത് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ ചതമുളക് ഇട്ട് കൊടുക്കാം. റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇടുന്നത് എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ട് വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ 250 ഗ്രാം ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് ബ്രസ്റ്റ് പീസ്. എല്ലുള്ള കഷ്ണങ്ങളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം ചിക്കനിലേക്കുള്ള ആവശ്യത്തിനാണ് ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്താലും മതി. പക്ഷേ എല്ലുള്ള കഷ്ണങ്ങളാകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കഴിക്കാൻ ചെറുതാക്കി അരിഞ്ഞത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ബ്രസ്റ്റ് പീസ് ആക്കി കൊടുക്കണം നല്ലത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതേ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കനിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടച്ചു വയ്ക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ വലുതായി കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. വലുതായിട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്യാബേജ് ഇടുമ്പോൾ ക്യാബേജിലായിട്ട് ചേർന്ന് പോവില്ല. അതാണ് ചെറുതാക്കി കൊടുക്കുന്നത്. അപ്പം ഇനി ഇത് ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞതാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മെഷറിംഗ് കപ്പിൻ്റെ അളവിനാണ് ഞാൻ പറയണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യാബേജും കൂടി ഇട്ടില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു 2 മിനിറ്റ് അടച്ച് വേവിച്ച് വയ്ക്കാം. അപ്പോൾ ക്യാബേജിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അതേ നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണത്. ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ വേഗം ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല ഈസിയാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചിക്കനും ക്യാബേജും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നന്നായിട്ട് നന്നായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതെ, നമ്മുടെ ചിക്കൻ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. വെള്ളമൊക്കെ നന്നാക്കി വറ്റിച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. എന്തായാലും ഞാൻ ഉറപ്പ് തരുന്നു, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.